ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 26-ാം തീയതി ആണ്ടുവട്ടത്തിലെ 21-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് ഈശോ നിയമജ്ഞർക്കും ഫരിസേയർക്കും അവരുടെ ജീവിതത്തിൽ ദുരിതം വരുമെന്ന് പറയുന്നതാണ്. ഇനി കാരണമെന്ന് പറയുന്നത് ഇവരുടെ കപടനാട്യമാണ്. അപ്പോൾ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, കാരണം ഇവരുടെ കപടനാട്യമാണ്. എന്താണ് കപടനാട്യം? ഒരാള് പറയുന്നതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു ജീവിത രീതി. ഇദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് കപടനാട്യത്തിന് ആധാരം. അപ്പോൾ ഈശോ നിയമജ്ഞരും ഫരിസേയരും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ദൈവോന്മുഖവും അതോടൊപ്പം ധാർമ്മികത നിറയുന്നതും സത്യസന്ധവും എല്ലാമാണ്. പക്ഷേ ഇവരുടെ പ്രവൃത്തികളാകട്ടെ ഈ ധാർമ്മികതയെയും അതോടൊപ്പം തന്നെ സത്യത്തെയും ഒന്നും നീതീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈശോ ഇവരെ നിയമജ്ഞരെയും ഫരിസേയരെയും കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാവുന്ന ഒരു ആത്മീയമായിട്ടുള്ള ചിന്ത എന്നത് കപടനാട്യം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പൊരുത്തപ്പെടുവാനായിട്ട് കാരണമാകണം. നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ, സത്യസന്ധമായി ധാർമ്മികമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ പറയുന്നവ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമായിട്ട് പരിശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കപടനാട്യക്കാരാവുകയില്ല. മറിച്ച് നമ്മൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ ഏറ്റവും സുന്ദരമായി പറയുകയും, പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അതിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മളും എല്ലാവരും കപടനാട്യക്കാരായിട്ട് മാറുകയാണ്. ഈശോ അതിയായി വെറുത്ത ഒരു തിന്മയാണ് കപടനാട്യം. അതുകൊണ്ടാണ് ഈശോ അവരുടെ എല്ലാവരുടെയും മേൽ, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും മേൽ ദുരിതം ആശംസിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് നന്മയും സമൃദ്ധിയും സമാധാനവുമാണ്. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കാരണമാകുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അത് നീതിക്കും സത്യത്തിനും ധാർമ്മികതയ്ക്കും നിരക്കുന്നതാവുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാവുമ്പോഴാണ്. അതിനാൽ നമുക്ക് ഈ എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പഠിപ്പിക്കുവാനും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുമായിട്ട് പരിശ്രമിക്കാം. രണ്ടും ഒത്തിരിയേറെ പ്രവർത്തനവും ആത്മസമർപ്പണവും ആവശ്യമായ കാര്യമാണ്. പഠിപ്പിക്കുവാൻ സുഖമാണ്, പ്രവർത്തിക്കുവാനാണ് പ്രയാസം. അപ്പോൾ പ്രവർത്തിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് പ്രവർത്തിക്കുവാനായിട്ടുള്ള കൃപയും ദൈവത്തോട് യാചിച്ചുകൊണ്ട് കപടനാട്യമില്ലാത്തൊരു ജീവിതത്തിന് ഉടമകളായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.